ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബങ്കുടെ പുളിമിഞ്ചി. ബങ്കുടെ പറഞ്ഞാൽ അയിലയാണ് കേട്ടോ. നല്ല ടേസ്റ്റിലെ കറിയാണ്. ഇതെൻ്റെ അമ്മ പറഞ്ഞെന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്താലോ. അതിന് ഞാനവിടെ ഒരു പാൻ എടുത്ത് 15 കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും ഉപയോഗിക്കണ്ട, ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് മാറ്റി വെച്ച് ഇനി നമുക്ക് ബാക്കിയിൽ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാം. 2 ടേബിൾ സ്പൂണ് മല്ലിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതെല്ലാം റോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ചെറിയൊരു സ്പൂണ് ജീരകം, ചെറിയ ജീരകമാണ്. പിന്നെ ഉലുവ 1/4 സ്പൂണ്. പിന്നെ 1 സ്പൂണ് കുരുമുളക്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കുക. നല്ലതുപോലെ റോസ്റ്റ് ആവണം. 2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. ഈ കറി നമ്മൾക്ക് പൊടിയായിട്ട് എടുത്തിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതുപോലെ എല്ലാം മുഴുവനായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അരച്ചെടുത്തിട്ട് ആക്കുന്ന കറിയാണ് ടേസ്റ്റ്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ലോണം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരു തിക്കായിട്ട് കിട്ടണം നമ്മൾക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 3 വലിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. പിന്നെ ഇതിന് മെയിൻ വേണ്ടത് പുളിയുടെ ടേസ്റ്റും എരിവാണ്. അപ്പോൾ വലിയൊരു പീസ് ഞാൻ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കുക. നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലോണം വെള്ളമായി വരാൻ പാടില്ല, കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെയാണ് വരേണ്ടത്. ഇനി നമുക്ക് ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഞാനൊരു വലിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ ഇട്ടത്. ചെറുതായി അരിഞ്ഞതാണ്. അതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 2 എരിവുള്ള പച്ചമുളക്, പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞതും ഇടുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഈ സവാളയെല്ലാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി മിക്സ് ചെയ്യാം. ഇനി സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം ഞാൻ അതിലേക്ക് ചെറിയൊരു തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചെറുതായി അരിഞ്ഞതാണ്. അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. ഇതും കൂടി എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണേ. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമ്മൾക്ക് കാശ്മീരി മുളക് മാത്രമല്ല മറ്റേ എരിവുള്ള മുളക് ഇട്ടിട്ടും ചെയ്യാം.
അങ്ങനെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. ഇനി ഇതിലേക്ക് ഞാൻ അരച്ചത് ഞാൻ കൂട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. ഒരു മിനിറ്റ് വെള്ളം ചേർക്കാണ്ട് ചെയ്യണത്. പിന്നെ അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂട്ടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഇത് അടച്ച് വെച്ചൊന്നും തിളപ്പിക്കണ്ട, ഇതുപോലെ തന്നെ ഓപ്പണാക്കി വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തീ നല്ലോണം കൂട്ടി വെക്കണ്ട, ചെറുതായി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ഞാൻ അയില ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ അയിലെല്ലാം ഓരോ പീസസായി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതുവരെ മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായം പറയണേ. ഇടയ്ക്ക് ഞാൻ മാംഗ്ലൂർ റെസിപ്പീസൊക്കെ ഇടാം കേട്ടോ. ഒരുപാട് നല്ല നല്ല കറികളുണ്ട് മാംഗ്ലൂർ സ്റ്റൈല്. ഇനി മീനെല്ലാം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പതുക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണേ. ഇനി ഇതൊന്ന് നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ ഫിഷ് കറി, മാംഗ്ലൂർ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബംഗുടെ പുളിമിഞ്ചി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഇത് തിക്കും അല്ല, നല്ല ലൂസായിട്ടും അല്ല, കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി താളിച്ചിടാനൊന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഈസിയാണ് കറി ഉണ്ടാക്കാൻ, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.